എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെമോ സ്വീറ്റ് റോളാണ്. പേര് കേട്ട് ആരും അന്തം വിടണ്ട, ഇതൊരു തായ്ലൻഡ് സ്വീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നമ്മൾ തായ്ലൻഡിലേക്കൊന്നും പോകണ്ട, നമുക്കിത് വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കാന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു കടായി എടുക്കാം. അതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ടേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ പഞ്ചസാര നല്ലവണ്ണം ഒന്ന് മെൽറ്റായിട്ട് വരണം. പഞ്ചസാര നല്ല മെൽറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 1/2 കപ്പ് ചിരവിയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന കടൽപ്പരിപ്പിൻ്റെ ഡബിളായിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു സ്വീറ്റിന് നമ്മൾ തേങ്ങയാണ് കേട്ടോ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങയൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേവിച്ചിട്ടുള്ള നമ്മുടെ കടലപ്പരിപ്പ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് കടലപ്പരിപ്പാണ് ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ കടലപ്പരിപ്പും തേങ്ങയും കൂടി നല്ലവണ്ണം തന്നെ മിക്സായിട്ട് വരണം. അതുവരെ മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ടേക്ക് കുറച്ച് ഏലക്കൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു മുട്ട കൂടി ഇതിലോട്ടേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ലൂസ് ബാറ്ററാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. അധികം തിക്കായി പോകരുത്. കുറച്ച് ലൂസായിട്ടാണ് നമ്മുടെ ബാറ്ററി വേണ്ടത്. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പിസ്ത എസൻസ് ആണ്. ഇതിപ്പോൾ നമ്മളെ കടകളിലൊക്കെ കിട്ടുന്നുണ്ട്. പിസ്ത, സ്ട്രോബെറി അങ്ങനെ പല മിക്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ പിസ്തയും സ്ട്രോബെറി വെച്ചിട്ടാണ് 2 രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് കലക്കിയിട്ടുള്ള ഈ ഒരു ബാറ്ററിലോട്ടേക്ക് നമുക്ക് പിസ്തൻ്റെ ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുക്കുക. ഏകദേശം 2-3 ഡ്രോപ്സ് ഇത് മാത്രം ഇട്ടിച്ച് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്ട്രോബെറിയും റെഡിയാക്കാം. അപ്പോൾ നമുക്കിനി ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് നമ്മൾ പിസ്ത ചേർത്തിട്ടുള്ള നമ്മുടെ ദോശയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു തവി മാവ് ഇതിലോട്ടേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ, നല്ല തിന്നായിട്ട് വേണം നമ്മൾ തന്നെ തയ്യാറാക്കാൻ. അപ്പോൾ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ആകുമ്പോൾ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം ഏകദേശം ആയിട്ട് വരുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്ത ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സ്ട്രോബെറിൻ്റെയും തയ്യാറാക്കാം. ഇനി നമ്മൾ സ്ട്രോബെറിൻ്റെതാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ആദ്യം നമ്മൾ സെയിം ചെയ്തതുപോലെ തന്നെ പാനിൽ ഒരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ടേക്ക് നമുക്ക് ഒരു തവി സ്ട്രോബെറിൻ്റെ ദോശ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല തിന്നാക്കിയിട്ട് തന്നെ ചുറ്റിച്ചെടുക്കണം. ഇത് നമ്മൾ എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും നല്ല തിന്നാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സെയിം അതായത് പിസ്തൻ്റെത് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗമാകുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതുപോലെ സ്ട്രോബെറിൻ്റെയും പിസ്തൻ്റെയും എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിൻ്റെയും പിസ്തൻ്റെയും എല്ലാ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പിസ്തൻ്റെ ഒരു ദോശ എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ റോളൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ഒരു ഭാഗത്തുനിന്നും നമ്മളിതൊന്നും മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 ഭാഗമുള്ള സൈഡ് ഭാഗത്തു നിന്നും നമ്മളിതുപോലെ നമ്മൾ സാധാരണ റോള് ചെയ്യുന്ന പോലെ തന്നെയാണ് മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ടൈറ്റിൽ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പിസ്ത റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രോബെറിയും ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ റോളും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചുള്ള നമ്മളെ വെറൈറ്റി റെമോ സ്വീറ്റ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.